നമസ്കാരം, സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് മിഡ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് ഓഹരികളുടെ ഡീറ്റെയിൽസ് ആണ്. ഈ സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ഓരോ ക്വാർട്ടറിലും എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നത് വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. എന്നാൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കമ്പനീസ് അത് ഇത്തവണ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓൾമോസ്റ്റ് ഒരു ജൂൺ ക്വാർട്ടർ റിസൾട്ട്സ് ഒക്കെ അവസാനിച്ചിട്ടുണ്ട്. എല്ലാ കമ്പനികളും ഒരുവിധം അവരുടെ പാദഫലങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ ലാഭം ഉണ്ടായിരുന്ന കമ്പനികൾ പക്ഷെ ഇത്തവണ ആയപ്പോഴേക്കും അത് വലിയ തോതിലൊരു നഷ്ടം, നിസ്സാര നഷ്ടമല്ല, വലിയൊരു നഷ്ടത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലും ഒരു നെഗറ്റീവ് ട്രെൻഡാണ് നൽകിയിരിക്കുന്നത് കാണാം. അതായത് 2025 ആരംഭിച്ചതിന് ശേഷം ഇതുവരെ നോക്കുമ്പോഴും അത് നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് ആണ്. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളിൽ ഇത്തരം കമ്പനികൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ ഇനി കൂടുതൽ അതിൽ കെയർഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമേ പറയാനുള്ളത്. അപ്പോൾ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കരുത്. നമ്മൾ ഇൻഫോർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇത്തരം കമ്പനികൾ ലോസ് മേക്കിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ഇത്തരം സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്പന്ദനാസ് ഫൂട്ടിയാണ്. കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ 55 കോടി രൂപയുടെ ഒരു ലാഭമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നത് ഇത്തവണ 360.21 കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ട്. ഇത്തവണ അത്രയും കോടി നഷ്ടം ബിസിനസ്സിൽ അവർക്കുണ്ടായി. മാത്രമല്ല, വിപണിയിൽ നോക്കുമ്പോഴും 23% ഒരു ഇടിവാണ് ഈ വർഷം ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുന്നത് കാണാൻ സാധിക്കുന്നത്. നമ്മൾ എക്സാക്ട് കണക്കല്ല പറയുന്നത്, ഏകദേശം ഒരു ഇടിവാണ് പറയുന്നത്. ഇൻട്രാഡേയിലുള്ള പ്രകടനത്തിനനുസരിച്ച് അതിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ 23% ഇടിവ് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു വർഷം റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാംഗ്ലൂർ റിഫൈനറിയാണ് അടുത്ത കമ്പനി. കഴിഞ്ഞ വർഷം 73 കോടി രൂപയുടെ ഒരു ലാഭം കമ്പനിക്ക് ഉണ്ടായിരുന്നു. എന്നതിപ്പോൾ 270 കോടി രൂപയുടെ നഷ്ടമാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18% ഒരു ഇടിവ് വിപണിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 137 കോടി രൂപയുടെ ലാഭം കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ 239 കോടി രൂപയുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 39% ഇടിവും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് അടുത്തത്. 25 കോടി രൂപയുടെ ലാഭമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. എന്നത് 223 കോടി രൂപയുടെ നഷ്ടം ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14% നെഗറ്റീവ് റിട്ടേൺ വിപണിയിലും ഈ ഒരു സ്റ്റോക്ക് നൽകിയതായിട്ട് കാണാം. തേജസ് നെറ്റ്വർക്ക്സ് ആണ് അടുത്തത്. 77 കോടി രൂപയുടെ ലാഭമായിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ കമ്പനി റിപ്പോർട്ട് ചെയ്തത്. എന്നത് ഇപ്പോൾ 193 കോടി രൂപയുടെ നഷ്ടമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 52% ഇടിവ് വിപണിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എംബസി ഡെവലപ്മെന്റ്സ് ആണ് അടുത്തൊരു സ്റ്റോക്ക്. 121 കോടി രൂപയുടെ ഒരു ലാഭം രേഖപ്പെടുത്താൻ കഴിഞ്ഞ വർഷം സാധിച്ചിരുന്നു. എന്നത് ഈ വർഷം ആയപ്പോഴേക്കും 165 കോടി രൂപയുടെ നഷ്ടമാണ് ഇത്തവണ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിപണിയിൽ നോക്കുമ്പോഴും 18% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ സിമന്റ്സിന്റെ പ്രകടനം നോക്കുമ്പോഴും ഇതേ ഒരു സാഹചര്യമാണ് കടന്നുപോയിരിക്കുന്നത്. 58 കോടി രൂപയുടെ ഒരു ലാഭം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചൊരു കമ്പനിയായിരുന്നു കഴിഞ്ഞ വർഷം. എന്നത് ഈ വർഷം ആയപ്പോഴേക്കും 132 കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. 2% നെഗറ്റീവ് റിട്ടേൺ, ഒരു മാർജിനൽ ആയിട്ടുള്ള ഡിക്ലൈൻ ആണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. 2% ഇടിവാണ് ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ ഓവറോൾ കമ്പനി നൽകിയിരിക്കുന്നത്. സിഗാച്ചി ഇൻഡസ്ട്രീസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്ക് 12 കോടി രൂപയുടെ ലാഭം കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇത്തവണ ആയപ്പോഴേക്കും 100 കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് അവരുടെ ബിസിനസ് പോയിട്ടുണ്ട്. 38% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ആൾകാർഗോ ലോജിസ്റ്റിക്സ് ആണ് മറ്റൊരു സ്റ്റോക്ക്. കഴിഞ്ഞ വർഷം ഒരു 3 കോടി രൂപയോളം ലാഭം ഉണ്ടായിരുന്നു. എന്നത് 99 കോടി രൂപയുടെ നഷ്ടമാണ് ഇത്തവണ ആയപ്പോഴേക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 33% ഒരു ഇടിവും വിപണിയിലും കാണാൻ സാധിക്കുന്നുണ്ട്. എക്സിക്കോം ടെലിസിസ്റ്റംസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. 18 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ലാഭം. എന്നത് ഇത്തവണ 83 കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് ഉയർന്നു. അതായത് അവരുടെ ലോസ് അത്രയും ഉയർന്നിട്ടുണ്ട്. 83 കോടി രൂപയായിട്ട് മാറി.
വിപണിയിൽ നോക്കുമ്പോഴും 42% ഒരു നഷ്ടമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കും ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. 62 കോടി രൂപയുടെ ഒരു ലാഭം കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് ഇത്തവണ ആയപ്പോഴേക്കും 81 കോടി രൂപയുടെ നഷ്ടത്തിലേക്കാണ് പോയിരിക്കുന്നത്. 29% ഇടിവ് വിപണിയിലും സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുറവൻകരയാണ് അടുത്തൊരു സ്റ്റോക്ക്. 14 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ ആയപ്പോഴേക്കും 68 കോടി രൂപയുടെ നഷ്ടമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 25% ഒരു ഇടിവ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. കുറേയധികം സ്റ്റോക്കുകൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, ചെന്നൈ പെട്രോളിയം, ഇൻഡോകോ റെമഡീസ്, അതുപോലെ തന്നെ GMR പവർ, പോളിപ്ലെക്സ് കോർപ്പറേഷൻ പോലുള്ള ധാരാളം കമ്പനികൾ, 50ഓളം കമ്പനികൾ ഇത്തരത്തിൽ ലോസ് മേക്കിംഗ് ആയിട്ട് ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ജൂൺ ക്വാർട്ടർ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഇതിനു മുന്നേയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു മുന്നേറ്റമൊന്നും പല കമ്പനികൾക്കും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അത്തരത്തിൽ ലോസിലേക്ക് മാറിയിട്ടുള്ള കമ്പനികളാണ് ഇവരൊക്കെ. HFCL ഇത്തരത്തിൽ ലോസ് മേക്കിംഗ് ആയിരുന്നു. 110 കോടി രൂപയുടെ പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ഇത്തവണ 29 കോടി രൂപയുടെ നഷ്ടമാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിപണിയിൽ നോക്കുമ്പോൾ 35% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഐഡിയ ഫോർജ് ഇത്തരത്തിൽ ലോസ് മേക്കിംഗ് ആയി മാറി. 23 കോടി രൂപയുടെ നഷ്ടമാണ് ഇത്തവണ ഉണ്ടായത്. മാത്രമല്ല വിപണിയിൽ നോക്കുമ്പോഴും 23% അടുത്ത് ഒരു ഇടിവ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കല്യാണി ഇൻവെസ്റ്റ്മെന്റിന്റെ ഓഹരിയിൽ നമുക്ക് ഇത്തരത്തിലൊരു ലോസ് മേക്കിംഗ് ആണ് കാണുന്നത്. RRP സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഓഹരിയിലും നമുക്ക് ഇത്തവണ ഒരു ഇടിവാണ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. പക്ഷെ വിപണിയിൽ നോക്കുമ്പോൾ വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് RRP സെമി കണ്ടക്ടർ. സ്റ്റോക്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മൾട്ടി ബാഗ് റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. പക്ഷെ അവരുടെ ബിസിനസ് പെർഫോമൻസ് നോക്കുമ്പോൾ അത്ര തന്നെ ഈ ഒരു റാലിക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നില്ല അവരുടെ ബിസിനസ്സിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കമ്പനി ലോസിലേക്ക് പോകുന്നത് കൊണ്ട് എപ്പോഴും ലോസ് മേക്കിംഗ് ആയിക്കൊള്ളും എന്ന് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ കൊണ്ടോ താൽക്കാലികമായിട്ടുള്ള വെല്ലുവിളികൾ കൊണ്ടോ ഒക്കെ ആയിരിക്കും പലപ്പോഴും പല കമ്പനികളും ലോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് കരുതി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മോശമാണ് എന്നുള്ള ഒരു അഭിപ്രായമല്ല പറയുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടിരിക്കുക. ഈ ഒരു കമ്പനി ഇനി വരുന്ന ക്വാർട്ടേഴ്സിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഈ ഒരു ലോസിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് സാധിക്കുന്നുണ്ടോ, അവരതിനെ സർവൈവ് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റ് മേക്കിങ്ങിലൊക്കെ പോകുന്നുണ്ടോ, അതോടൊപ്പം തന്നെ വിപണിയിൽ എങ്ങനെയാണ് അതിൻ്റെ കൂടുതൽ ഇടിവിലേക്കാണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ഇത്തരം സ്റ്റോക്കുകളുടെ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനർ പോലുള്ള ധാരാളം സൈറ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.